എല്ലാവർക്കും നമസ്കാരം. ഇത് ഈ ചാനലിൽ 125ാമത്തെ പ്രഭാഷണമാണ്. എല്ലാ പ്രഭാഷണങ്ങളുടെയും ഉദ്ദേശം ഒന്നേ ഉള്ളൂ: കോൺഷ്യസ്നെസ് എന്താണ്, സത്യം എന്താണ്, ബോധം എന്താണ്, അതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പം ഈ ചാനൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ ഇതൊന്ന് കേട്ട് നോക്കുക. ഇത് അവരുമായിട്ട് എന്തെങ്കിലും അവരന്വേഷിക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കത് കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞ് കമൻറ്റ് ചെയ്യുക. കാര്യം ഈ കമൻ്റ് അനുസരിച്ചിട്ടാണ് എൻ്റെ ഓരോ സ്പീച്ചും ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നത്, ഈവൻ ടോപ്പിക് ഉൾപ്പെടെ, ഇന്നത്തെ ടോപ്പിക് ഉൾപ്പെടെ. അത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലും തിയോസഫിക്കൽ സൊസൈറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസും എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ഒബ്ജക്ട്സിനെ കുറിച്ച് പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അത് തിയോസഫിക്കൽ സൊസൈറ്റി ആയിക്കോട്ടെ, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, ഇനി BJP ആയിക്കോട്ടെ, അത് ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, റിലീജിയസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഇതിനൊരു ഒബ്ജക്റ്റുണ്ട്. കമ്മ്യൂണിസത്തിനൊരു ഒബ്ജക്റ്റുണ്ട്, കോൺഗ്രസ് ഇതിനൊരു ഒബ്ജക്റ്റുണ്ട്, BJPക്കൊരു ഒബ്ജക്റ്റുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനും പ്രവർത്തിക്കാനും. ഉദാഹരണത്തിന് നമ്മൾ നിയമം പഠിക്കുന്നെങ്കിൽ ഭരണഘടന പഠിച്ചേ പറ്റൂ. ഭരണഘടനയ്ക്കെതിരെ ഒരു നിയമവും കൊണ്ടുവരാൻ പറ്റത്തില്ല. കൊണ്ടുവന്നാലും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇതിനത് പറയാൻ കാരണം, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് വേണം അതിലോട്ട് കയറാനും അതിൻ്റെ ലിറ്ററേച്ചർ വായിക്കാനും. നമ്മൾ ഏത് ലിറ്ററേച്ചറോ എന്ത് വേണേലും തിയോസഫിയിൽ ചർച്ച ചെയ്യാം, അതിന് ഫ്രീഡം ഓഫ് തോട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒബ്ജക്റ്റിന് എഗെയിൻസ്റ്റായിട്ട് ഒരു ലിറ്ററേച്ചറും, ഒരു സ്പിരിച്വൽ ലിറ്ററേച്ചറും ലോകത്ത് ഇന്ന് വരെ ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മളിതിനെ എതിർക്കുന്നത്. തുടക്കം നമുക്ക് ഇന്ന് ആ ഒബ്ജക്റ്റ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. സ്ക്രീനിൽ കാണാം, നമുക്കെല്ലാവർക്കും സ്ക്രീനിൽ കാണാം. ഇതിൽ പറയും, തിയോസഫിക്കൽ സൊസൈറ്റി ഫോംഡ് ഇൻ ന്യൂയോർക്കിലാണ് ഇത് ഫോം ചെയ്തത്. 17 നവംബർ 1875. 17 നവംബർ 1875. ഏകദേശം 100 പോയിട്ട് ഒരു 145ഓളം വർഷം ആയി. ഇതിനോട് അടുപ്പിച്ച് തുടങ്ങിയ ലോഡ്ജുകൾ പല സ്ഥലത്തുമുണ്ട്. തിരുവനന്തപുരത്തെ ലോഡ്ജ്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ലോഡ്ജ്, അത് ഏകദേശം 125ഓളം 130ഓളം വർഷം പഴക്കമുള്ള ലോഡ്ജാണ്. ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ചെന്നൈയിലാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 3rd April 1905 ആസ് 3 ഡിക്ലയർഡ് ഒബ്ജക്ട്സ്. 3 ഒബ്ജക്റ്റാണുള്ളത്. അതിലാദ്യത്തേത്, ടു ഫോം എ ന്യൂക്ലിയസ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. എ ന്യൂക്ലിയസ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ആ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിൻ്റെയാണ്? യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് ഹ്യൂമാനിറ്റി വിതൗട്ട് ഡിസ്റ്റിങ്ഷൻ. ഏതാണ് അത്? നമ്മൾ പലപ്പോഴും ഇതിനെ വേർതിരിച്ചാണ് കാണുന്നത്. എന്ത് ബേസിസിലാണ്? റേസ്, ക്രീഡ്, സെക്സ്, കാസ്റ്റ് ഓർ കളർ. ഇത് വെച്ചായിരിക്കരുത്. എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം. സെക്കൻഡ് ഒബ്ജക്റ്റ്, ടു എൻകറേജ് ദ സ്റ്റഡി ഓഫ് കമ്പാരിറ്റീവ് റിലിജൻ. അതാണ് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നത്. പല റിലിജനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിലോസഫി, പല ഫിലോസഫിക്കൽ തിയറീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സയൻസിലാണ് നമ്മൾ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, പ്ലാങ്കിൻ്റെ തിയറി, എൻടാങ്കിൾ ക്വാണ്ടം ഫിസിക്സ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഭഗവത്ഗീത, ആനിബസൻ്റെ ഭഗവത്ഗീത ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യോഗാനന്ദ പരമഹംസയുടെ ഭഗവത്ഗീത ഡിസ്കസ്. വളരെ എന്തിനാണ് ഈ പലതരം ഭഗവത്ഗീത ഡിസ്കസ് ചെയ്യുന്നത്? അത് ഈ സെക്കൻഡ് ഒബ്ജക്റ്റാണ്. കമ്പയർ ചെയ്യൂ. എല്ലാത്തിലെയും എസൻസ് ഒന്നാണ്. നമ്മൾ കുടിക്കുന്ന തേൻ ഒന്ന് ആലോചിച്ചാൽ എവിടെ നിന്ന് വന്നു? ഒരു പുഷ്പത്തിൽ നിന്നാണോ? അല്ല. അതുപോലെ ആയിരിക്കണം നമ്മളിതിൻ്റെ തേൻ അല്ലെങ്കിൽ ഇതിൻ്റെ എസൻസ് എടുക്കേണ്ടത്. ഇനി തേർഡ് ഒബ്ജക്റ്റ് എന്താ? ടു ഇൻവെസ്റ്റിഗേറ്റ് ദി അൺഎക്സ്പ്ലെയിൻഡ് ലോസ് ഓഫ് നേച്ചർ
ആൻഡ് ദ പവേഴ്സ് ലേറ്റൻറ്റ് ഇൻ ഹ്യൂമൻ കൈൻഡ്. പ്രകൃതിയിലൊരു ലേറ്റൻറ്റ് പവേഴ്സ് ഉണ്ട്, ഒരു അൺസീൻ പവേഴ്സ് ഉണ്ട്. ഇത് നിരന്തരം ഈ ചാനലിൽ പറയുന്നൊരു കാര്യമാണ്. 2 തലമേ ഉള്ളൂ, കോൺഷ്യസ്നെസ്സും പേഴ്സണാലിറ്റിയും. അപ്പോൾ ഈ അൺസീൻ വേൾഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മൾ ഈ പറയുന്ന ലേറ്റൻ അൺഎക്സ്പ്ലെയിൻ ലോസ് ഉണ്ട്. അതായത് പ്രകൃതിക്കൊരു ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഇൻ്റലക്റ്റ് അല്ല, ബുക്കിലൂടെ കിട്ടുന്ന നോളജ് അല്ല, പ്രഭാഷണത്തിലൂടെ കിട്ടുന്നതല്ല. ഒരിക്കലും കോൺഷ്യസ്നെസ് വേറൊരാടെ നിന്ന് കിട്ടത്തില്ല. കാര്യം വേറൊരാളില്ല. ഈ ചാനൽ നമ്മൾ പറയും മാറ്റർ തന്നെ ഇല്ല. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച മാറ്ററോ അതൊക്കെ ക്വാണ്ടം ഫിസിക്സ് വന്നപ്പോൾ പോയിക്കഴിഞ്ഞ് എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലും പറയാൻ പറ്റില്ല, നമ്മൾ അതായി മാറും. ഇനി ആൻഡ് ദ പവർ ലേറ്റൻറ്റ് ഇൻ ഹ്യൂമൻ കൈൻഡ്. ഇനി നമ്മളിലും ഈ പവറുണ്ട്, വെളിയിലും ഈ പവറുണ്ട്, നമ്മളിലും ഈ പവറുണ്ട്. ഇനി considering its 3 declared objects above, the Theosophical Society's mission statement was approved by its General Council on 2nd July 2018 as follows: to serve humanity. അത് ഫസ്റ്റ് ഒബ്ജക്റ്റിനോട് ആഡ് ചെയ്തിട്ടുണ്ട്, ടു സെർവ് ഹ്യൂമാനിറ്റി. എന്താണ്? ബൈ കൾട്ടിവേറ്റിംഗ് ആൻഡ് എവർ ഡീപ്പനിങ് അണ്ടർസ്റ്റാൻഡിങ്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രഭാഷണങ്ങളെല്ലാം ഈ ചാനലിൽ ചെയ്തിരിക്കുന്നത്. ഇതിലിനി ഒരു ടോപ്പിക്ക് ചെയ്യാനുണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ അറിവിലില്ല. കേൾക്കുന്നവരെന്നെ വിളിച്ച് പറയാമെങ്കിൽ ആ ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അതിൽ പറയുന്നത് എന്താ? ആൻഡ് ടു സെർവ് ഹ്യൂമാനിറ്റി ബൈ കൾട്ടിവേറ്റിംഗ് ആൻഡ് എവർ ഡീപ്പനിങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയലൈസേഷൻ. എന്ത് റിയലൈസ് ചെയ്യുന്ന? ഏജ്ലെസ് വിസ്ഡം. ഏജ്ലെസ് വിസ്ഡം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്. അത് മലയാളത്തിൽ പറയുമ്പോൾ ബോധം എന്നും ട്രൂത്ത് എന്നും പറയാം. ട്രൂത്തായിരിക്കും ഏറ്റവും നല്ല വേർഡ്. ഇനി അതിൽ പറയുന്നത് എന്താ? ഏജ്ലെസ് വിസ്ഡം, സ്പിരിച്വൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു ഇന്നർ ജേണിയാണ്, ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷനാണ്. വേറൊരാൾ നമ്മളെ പഠിപ്പിച്ചില്ല, വേറൊരാൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല, ഇത് പുസ്തകത്തിൽ ക്ലിയറായിട്ട് പറയുന്നില്ല, ഇത് പറയാൻ പറ്റുന്നൊരു സാധനമല്ല. ആൻഡ് ദ യൂണിറ്റി ഓഫ് ഓൾ ലൈഫ്. ഈ യൂണിറ്റി ഓഫ് ഓൾ ലൈഫാണ് നമ്മുടെ ചാനലിൽ നിരന്തരം ക്വാണ്ടം ഫിസിക്സും എൻറ്റാങ്കിൾഡ് ക്വാണ്ടം ഫിസിക്സും സ്പ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഈവൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ലൈറ്റിനെ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും, ഒബ്സർവർ എഫക്റ്റ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് രണ്ടായി കാണുന്നതിൻ്റെ ഇണ്ടലാണ്. എന്തുകൊണ്ട് നമ്മൾ രണ്ടായി കാണുന്നു? ഇത്രയും പഠിച്ചിട്ടും പിന്നെയും നമ്മൾ എന്തുകൊണ്ട് കാണുന്നു? അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ റീവയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു അൺനോൺ ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റും ബൗണ്ടറിയുമില്ല, ടൈമും സ്പേസും ഇല്ല. ഈ ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നൊക്കെ ഉള്ളതൊക്കെ ഈ ചാനൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താണ് ഈ ഫസ്റ്റ് ഡയമെൻഷൻ, സെക്കൻഡ് ഡയമെൻഷൻ, തേർഡ് ഡയമെൻഷൻ? ഈ ഫോർത്ത് ഡയമെൻഷനിൽ ചെന്നാൽ നമുക്ക് ബാബാജിയെ കാണാൻ പറ്റുമോ, ജീസസ് ക്രൈസ്റ്റിനെ കാണാൻ പറ്റുമോ, അള്ളാഹുവിനെ കാണാൻ പറ്റുമോ, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, ഇതെല്ലാം പറ്റും. ഇതെല്ലാം സാധ്യമാണ്. അല്ലാതെ ഇത് കുറച്ച് പേർക്ക് മാത്രം സാധ്യമല്ല. അല്ലാതെ യോഗാനന്ദ പരമഹംസയെ പോലെയുള്ളവർക്കോ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി എഴുതിയ അതുപോലുള്ള പുസ്തകം എഴുതിയവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇതെല്ലാവർക്കും സാധ്യമാണ്. പക്ഷേ നമ്മൾ പേഴ്സണാലിറ്റിയിൽ നിന്ന് കോൺഷ്യസ്നെസ്സിലേക്ക് എൻട്രി ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാം. ഇത് 1-2 ബുക്കിൽ നിന്ന് പറയുന്നതല്ല, 1-2 മാസ്റ്റേഴ്സിൽ നിന്ന് പറയുന്നതല്ല. പിന്നെ ഞാൻ പറയുമ്പം ബാബാജിയുടെ വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഡിവോട്ടിയാണ്. പിന്നെ ജയകൃഷ്ണമൂർത്തിയുടെ വേർഡ് യൂസ് ചെയ്യുന്നത് ഞാൻ ജയകൃഷ്ണമൂർത്തിയുടെ ഡിവോട്ടിയാണ്. ഇനി രമണ മഹർഷിയുടെ വേർഡ് യൂസ് ചെയ്യുന്നത് ഞാൻ രമണ മഹർഷിയുടെ ഡിവോട്ടിയാണ്. ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി വെയിൻ ഡയർ, എക്കാർട്ട് ടോളെ, ഇതൊക്കെ ഞാൻ പല ടേമുകൾ യൂസ് ചെയ്ത് ഇവരെന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ് ഇവരെ അതോറിറ്റി എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മളിതിൽ പ്രോഗ്രസ് ചെയ്യാൻ വേറൊരാൾ വിചാരിച്ചാലും നടക്കത്തില്ല. ഒത്തിരി ആൾക്കാരെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം, പലതും ചെയ്യാം. പക്ഷേ ഇതെല്ലാം
രണ്ടായി നിന്നുകൊണ്ടാണ്. ഒബ്സർവർ ഒബ്സർവ്ഡ് എഫക്റ്റിൽ നിന്നുകൊണ്ടാണ്. സോ കോൺഷ്യസ് സീയിങ്, കോൺഷ്യസ് വാക്കിംഗ്, കോൺഷ്യസ് ലിവിങ്, കോൺഷ്യസ് സ്പീക്കിംഗ് 24/65 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് ആക്ച്വലി ഈ പോഡ്കാസ്റ്റ് മലയാളത്തിൽ ചെയ്യാൻ കാരണം, ഈ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ വരുന്ന പലർക്കും ഈ ഒക്കൾട്ടിസം എന്ന് ഇവർ പറയുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞ സിദ്ധികൾ എന്നാണ്. അപ്പം ഈ സിദ്ധികളുടെ പുറകിൽ പോകാമോ? അപ്പോൾ ആൾക്കാർ പറയും ശങ്കരാചാര്യർ അഷ്ടസിദ്ധികൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, നമുക്കെന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? ഞാൻ ഭഗവത്ഗീത ചെയ്തതിനകത്ത് ക്ലിയറായിട്ടും പറയുന്നുണ്ട്, മറ്റുള്ളവർ മാസ്റ്റേഴ്സ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആശാൻ ചെയ്യുന്നത് ശിഷ്യൻ ചെയ്യാൻ പാടില്ല. അപ്പം ആൾക്കാർ എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ, തിയോസഫിക്കൽ സൊസൈറ്റി തന്നെ സൗന്ദര്യ ലഹരിയുടെ ബുക്കുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ ഈ പുസ്തകം വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത്. ഇവർക്ക് തിയോസഫിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരെന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത്? ഞാൻ റിസർച്ച് ചെയ്ത് നടത്തിയേക്കാം. ഇതിനകത്ത് 31-ാമത്തെ ശ്ലോകത്തിൽ ഈ പറയുന്ന 64ഓളം യന്ത്രങ്ങളെക്കുറിച്ചും സിദ്ധികളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ പോയിട്ടുണ്ട്. നമുക്ക് അസുഖം മാറണം, അതിനകത്തൊരു യന്ത്രമുണ്ട്. അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭഗവത്ഗീതയിലും ഉണ്ട്, എല്ലാത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സിദ്ധികൾ, ഇപ്പം തിയോസഫിയുടെ ബൈബിളെന്ന് നമുക്ക് പറയാവുന്ന ബുക്ക് അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററാണ്, മാസ്റ്റേഴ്സിൻ്റെ വേർഡ്സാണ്. അതിൽ പറയുന്നത് എന്താ അറിയാം? ദയവ് ചെയ്ത് നെവർ ഗോ വിത്ത് ദ സിദ്ധീസ്. സിദ്ധികളുടെ പുറകിൽ പോകരുത്. തിയോസഫിയിൽ എന്താ, 7 ചക്രാസിൻ്റെ ബുക്കുണ്ട്. നേരെ വന്ന് 7 ചക്രാസിൻ്റെ ബുക്കും എടുത്ത് സൗന്ദര്യലഹരിയും ഇതിൻ്റെ പുറകെ ഓടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചെയ്യരുത്, ഒരു കാരണവശാലും ഇത് പ്രാക്ടീസ് ചെയ്യരുത്. ഇനി ഈ സൗന്ദര്യലഹരിയിൽ എന്താ ശങ്കരാചാര്യർ ചെയ്തിരിക്കുന്നത്? ശങ്കരാചാര്യർ പറഞ്ഞതല്ല, ശിവൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ശിവൻ എവിടെ നിന്ന് കിട്ടി? ആര് പറഞ്ഞു കൊടുത്തു? കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇനി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്തുകൊണ്ട് പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? അത് നമ്മൾ ചെയ്യാനല്ല, അത് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? എൻ്റെ വീട്ടർ മാസ്റ്റർ പറയുന്നത് അറിയാം, യു നെവർ ഗോ ബിഹൈൻഡ് ദ സിദ്ധീസ്. സി, വെൻ യു കം ടു മീ, ഇറ്റ് വിൽ കം ടു യു നാച്ചുറലി അറ്റ് ദ റൈറ്റ് പാത്ത്. അത് സ്വാഭാവികമായി നിങ്ങളിലേക്ക് വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതൊന്നും മനസ്സിലാക്കാതെ ചാടി അങ്ങോട്ട് വീണ് ഈ യന്ത്രവും തന്ത്രവും എടുത്തു വെച്ച് പണി തുടങ്ങിയാൽ 8ൻ്റെ പണി കിട്ടുമെന്ന് ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. 8ൻ്റെ പണി കിട്ടും ആ പുസ്തകത്തിൽ. അതുകൊണ്ട് ഇതെടുത്ത് പ്രാക്ടീസ് ചെയ്യരുത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാലും ആൾക്കാർ പേഴ്സണാലിറ്റിയിലാണ് നിൽക്കുന്നത്. അവനവൻ്റെ സ്വന്തം കാര്യം, എനിക്ക് പൈസ കിട്ടണം, എനിക്ക് പവർ കിട്ടണം, എനിക്ക് ഇന്നത് വേണം. ഇവരാണ് ഈ സിദ്ധികളുടെ പുറകെ പോകുന്നത്. അപ്പോൾ എന്ത് പറ്റും? അത് ഡിസയറാണ്. ഡിസയറിലേക്ക് എൻ്റർ ചെയ്യുന്ന എവിടെയാണ്? പേഴ്സണാലിറ്റിയിലാണ്. ബുദ്ധൻ ഇതാണ് പറഞ്ഞത്, ഡിസയറിൻ്റെ പുറകിൽ പോകരുത്. ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റിനെ വന്ന് ഒരാൾ ചോദിച്ചു, എനിക്ക് കോൺഷ്യസിൽ എത്തണമെന്ന്. അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, നിൻ്റെയിലുള്ള സമ്പത്തെല്ലാം കളഞ്ഞിട്ട് വരൂ. പിന്നെ അയാൾ ആ പരിസരത്ത് വന്നിട്ടില്ല. നമ്മളുൾപ്പെടെ ഈ കോൺഷ്യസ്നെസ്സൊക്കെ നമ്മൾ പറയും. എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞു നോക്കിയേ, നമ്മൾ ഉപേക്ഷിക്കുമോ? ഇല്ല. അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങൾ ഉപേക്ഷിക്കേണ്ട. നിങ്ങൾ എന്നിലേക്ക് വരുമ്പം 100 ജന്മം കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഞാൻ 2 ജന്മം കൊണ്ട് തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ പടപടപടാന്ന് കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മുടെ നിന്ന് എടുക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഏത് ഓർഗനൈസേഷനിലും നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. തിയോസഫി നല്ലൊരു ഓർഗനൈസേഷൻ എന്ന് പറയാൻ അവിടെ ഫ്രീഡം ഓഫ് തോട്ടുണ്ട്. അവിടെ ഇല്ലാത്ത പുസ്തകങ്ങളില്ല. സൗന്ദര്യലഹരി തൊട്ട് ഒക്കൾട്ടിസം തൊട്ട് ലൈഫ് ആഫ്റ്റർ ഡെത്ത് തൊട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഇനി എല്ലാം അവിടെയുണ്ട്. ഈ ഒറ്റ പ്ലാറ്റ്ഫോമിലുണ്ട്. അതുകൊണ്ടാണ് തിയോസഫി ചെന്നാൽ അതൊരു ട്രഷർ ഹണ്ടാണ്. ചിലരൊക്കെ കാട്ടിൽ മൃഗങ്ങളെ പിടിക്കാൻ പോകുന്ന കാണത്തില്ലേ, അതേപോലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് അതിനകത്ത് കയറി. എന്തുമാത്രം പുസ്തകങ്ങൾ,
ആനി ബെസൻറ്റ് മാത്രം 300ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം യൂണിവേഴ്സൽ ടാപ്പിംഗ് ആണ്. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ? നല്ലൊരു സിനിമ പാട്ടെടുക്കുന്നവർ, അല്ലെങ്കിൽ പടം മൈക്കൽ ആഞ്ചലോയുടെ, അവർ തന്നെ പറയുന്നുണ്ട്, ഐൻസ്റ്റീൻ തന്നെ പറയുന്നുണ്ട്, ഇമാജിനേഷനാണ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പുസ്തകങ്ങളിലൂടെ ഇത് കിട്ടുമെന്ന് വിചാരിക്കരുത്. പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്യരുത്. മാസ്റ്ററിൻ്റെ ഗൈഡൻസ് വേണം. മാസ്റ്ററിൻ്റെ ഗൈഡൻസ് വേണമെങ്കിൽ തിയോസഫിക്കൽ സൊസൈറ്റിയിലാണെങ്കിൽ അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററിൽ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്യണം. ആഗ്രഹങ്ങൾ പാടില്ല, വേർതിരിവ് പാടില്ല. എന്ത് വേർതിരിവ്? വിതൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് റേസ്, ക്രീഡ്, സെക്സ്, കാസ്റ്റ് ആൻഡ് കളർ പാടില്ല. പിന്നെന്താ പറയുന്നത്? ഡിസയർലെസ് ഡിസ്ക്രിമിനേഷൻ, ഗുഡ് കോണ്ടാക്ട്, മനസ്സ വാച കർമ്മണ, ആരെയും ഉപദ്രവിക്കരുത്. സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സഹായിക്കാൻ ഉപദ്രവിക്കാൻ മറ്റൊരാളില്ല. 4-മത്തെ എന്താ? ലവ്. ലവ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് അത് ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മൾ നമ്മളെയല്ലേ സ്നേഹിക്കേണ്ടത്? നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. ഈ അവനവനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്രഭാഷണം കേൾക്കുന്ന എത്ര പേരുണ്ട്? മര്യാദക്കുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്? ഒരു ദിവസം എത്ര നേരം ആഹാരം കഴിക്കണം? നമുക്ക് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ആഹാരത്തിൽ നിന്നല്ല. ആഹാരമേ വേണ്ട. ഇതെത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അതിലെ ആയുർവേദത്തിൽ പറയുന്നത് 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗിയാണ്, 2 നേരം ആഹാരം കഴിക്കുന്നവൻ ഭോഗിയാണ്, 1 നേരം ആഹാരം കഴിക്കുന്നവൻ യോഗിയാണ്. ഇതിലേതാണ് നമ്മൾ? ഇത് തന്നെ ഭഗവത്ഗീതയിലും പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കുക. ഭക്ഷണത്തിൽ നിന്നാണ് എൻ്റെ സ്വഭാവം വരുന്നത്. ആദ്യം നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമ്മൾ സ്നേഹിക്കണം. പിന്നെ അത് കഴിഞ്ഞ് മെൻ്റൽ ബോഡി, അത് കഴിഞ്ഞാണ് കോൺഷ്യസ്നസ്, സോൾ ലെവൽ. ഈ ലെവലിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വഴിക്കും എത്തത്തില്ല. താങ്ക് യു.